ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഒരുപാട് വ്യൂവേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും ചില വിശദീകരണങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബെയിൽ എന്താണെന്നും വിവിധ തരത്തിലുള്ള ബെയിലുകളെ കുറിച്ചും ഇന്ന് വിശദീകരിക്കാം. ബെയിൽ എന്നത് കുറ്റാരോപിതനായ ഒരാൾ അക്യൂസ്ഡ് ജയിലിൽ നിന്നും താൽക്കാലികമായി മോചിതനാകാനുള്ള നിയമപരമായ അവകാശമാണ്. അക്യൂസ്ഡ് കോടതിയിൽ ആവശ്യമായ സമയത്ത് ഹാജരാകാമെന്ന ഒരു ഉറപ്പിനായി ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ തുക, അതായത് ബോണ്ട് അല്ലെങ്കിൽ സുരക്ഷ നൽകുന്നു. ഇനി വിവിധ തരത്തിലുള്ള ബെയിലുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി റെഗുലർ ബെയിൽ, അതായത് പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ജയിൽ മോചനത്തിനു വേണ്ടി കോടതിയിൽ അപേക്ഷിക്കുന്ന ബെയിലാണ്. അതായത് അറസ്റ്റിന് ശേഷം ലഭിക്കുന്ന ബെയിൽ. സെക്ഷൻ 478 BNSS പ്രകാരം നമുക്ക് അപേക്ഷ നൽകാം. കുറ്റത്തിന്റെ സീരിയസ്നെസ്, പ്രതി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത, വീണ്ടും കുറ്റം ചെയ്യുമോ എന്നത്, കോടതിയിൽ ഹാജരാകുമോ എന്ന ഉറപ്പ്, അഡ്രസ്, ഒരാളിന്റെ കുടുംബ ബന്ധം തുടങ്ങിയവ ഇതിനായി കോടതി പരിഗണിക്കുന്നു. രണ്ടാമതായി ആന്റിസിപ്പേറ്ററി ബെയിൽ അഥവാ മുൻകൂർ ജാമ്യം. ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയമുണ്ടെങ്കിൽ അറസ്റ്റിന് മുൻപായി കോടതിയിൽ അപേക്ഷിച്ച് താൽക്കാലികമായി സംരക്ഷണം നേടാനുള്ള നിയമാവകാശമാണ് ഇത്. സെക്ഷൻ 482 BNSS പ്രകാരമാണ് ആന്റിസിപ്പേറ്ററി ബെയിലിന് അപേക്ഷിക്കാവുന്നത്. ആരെങ്കിലും തെറ്റായി കേസിൽ കുരുങ്ങുമോ എന്ന ഭയം തോന്നുമ്പോൾ, അല്ലെങ്കിൽ അറസ്റ്റിന് സാധ്യതയുള്ള കുറ്റം ചുമത്തപ്പെട്ടാൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ നമുക്ക് ആന്റിസിപ്പേറ്ററി ബെയിലിന് അപേക്ഷിക്കാവുന്നതാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സെഷൻസ് കോർട്ടിൽ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ആന്റിസിപ്പേറ്ററി ബെയിലിന് അപേക്ഷിക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ കേസിന്റെ സീരിയസ്നെസ്, അപേക്ഷകൻ ഇൻവെസ്റ്റിഗേഷനോട് സഹകരിക്കുമോ, തെളിവുകൾ നശിപ്പിക്കുമോ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമോ, അപേക്ഷകൻ അബ്സ്കോണ്ടിംഗ് ആകുമോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിബന്ധനകളോടെ ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുവാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായി ഇൻട്രിം ബെയിൽ. ഒരു വ്യക്തി റെഗുലർ ബെയിലിനോ ആന്റിസിപ്പേറ്ററി ബെയിലിനോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ലാത്ത സമയത്ത് താൽക്കാലികമായി ചില ദിവസങ്ങൾക്കായി അനുവദിക്കുന്ന ബെയിലാണിത്. അതായത് കോടതി പൂർണ്ണമായ തീരുമാനം എടുക്കുന്നതുവരെ താൽക്കാലികമായി സംരക്ഷണം നൽകുന്ന ബെയിൽ. ഇനി മറ്റൊരു ബെയിൽ ഡിഫാൾട്ട് ബെയിൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂറ്ററി ബെയിൽ. ഇതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. ഒരു വ്യക്തി അറസ്റ്റിലായ ശേഷം പോലീസ് നിയമത്തിൽ പറയുന്ന സമയപരിധിക്കുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്ത പക്ഷം അയാൾക്ക് നിയമാനുസൃതമായി ബെയിൽ കിട്ടാനുള്ള അവകാശം ലഭിക്കുന്നതാണ്. ഇത് നിയമത്തിൽ ഉറപ്പു നൽകിയ അവകാശം, സ്റ്റാറ്റ്യൂറ്ററി റൈറ്റ് ആണ്. ഇതാണ് സ്റ്റാറ്റ്യൂറ്ററി ബെയിൽ. ഇനി മറ്റൊരു ബെയിലുണ്ട്, അതായത് ട്രാൻസിറ്റ് ബെയിൽ എന്നത് ഒരാൾക്കെതിരെ മറ്റൊരു സംസ്ഥാനത്തോ ജില്ലയിലോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ ആ വ്യക്തി പിടിയിലാകാതെ അതേ സംസ്ഥാനത്തോ സ്ഥലത്തോ താൽക്കാലികമായി ജാമ്യം നേടാനുള്ള നിയമപരമായ അവകാശമാണ്. അതായത് കേസുള്ള സ്ഥലത്തേക്കുള്ള യാത്രയിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി നൽകുന്ന താൽക്കാലിക ജാമ്യം. ഇപ്പോൾ ഞാൻ ജാമ്യത്തെക്കുറിച്ച്, അതായത് ബെയിലിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. തുടർന്നും ആമീസ് വേൾഡ് 2025 കാണുക. നന്ദി, നമസ്കാരം.